നമസ്കാരം. കേരളത്തിൽ BJPക്ക് ഏറ്റവും അനുകൂലമായ അന്തരീക്ഷം ഈ തെരഞ്ഞെടുപ്പിലാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അതിന് കാരണം CPIM എന്ന രാഷ്ട്രീയ പാർട്ടി ജനങ്ങളിൽ നിന്നും പൂർണ്ണമായും അകന്നുപോയിരിക്കുന്നു. CPM എന്ന പാർട്ടിയിലെ അണികൾ ഒരുമാതിരിപ്പെട്ടവരെല്ലാം മോദിയോടുള്ള ഇഷ്ടം കൊണ്ട്, രാജ്യസ്നേഹം കൊണ്ട് പടിപടിയായി BJPയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കൂട്ടത്തോടെ CPMകാർ BJPക്കാരാവുന്നു എന്ന് തിരിച്ചറിഞ്ഞാണ് തൽക്കാലത്തേക്ക് വോട്ട് ബാങ്ക് എന്ന നിലയിൽ സൃഷ്ടിച്ച മുസ്ലിം വോട്ടിനെ ഭിന്നിപ്പിച്ചും പിണറായി വിജയൻ ഹിന്ദു പ്രീണനവുമായി രംഗത്തെത്തിയത്. ചില സംഖ്യകൾ അതിൽ വീണുപോയെങ്കിലും യഥാർത്ഥ ഹിന്ദു വിശ്വാസികൾക്ക് പിണറായിയോട് ക്ഷമിക്കാൻ കഴിയില്ല. എക്കാലത്തും ഹൈന്ദവ വിശ്വാസത്തെ വ്രണപ്പെടുത്താനും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചവിട്ടിമെതിക്കാനും ശ്രമിച്ച പിണറായി തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് കാണിക്കുന്ന ഈ പ്രീണനത്തോടെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല എന്ന് അവർ തീർത്തു പറയുന്നു. അയ്യപ്പൻ ചെയ്ത ഓരോ കുറ്റകൃത്യത്തിനും പിണറായി കൊണ്ട് മറുപടി പറയിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പിണറായി അധികാരം വിട്ടൊഴിയുന്നതിന് മുൻപ് തന്നെ സുപ്രീം കോടതിയുടെ ഭഗവാൻ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കാൻ പറഞ്ഞത്. ഭഗവാന്റെ മുൻപിൽ പേടിച്ചു പറിച്ച് പിണറായിയുടെ സർക്കാർ പറഞ്ഞു, ഞങ്ങൾ അനുഷ്ഠാനങ്ങൾക്ക് അനുകൂലമാണ്, അതുകൊണ്ട് യുവതികളെ പ്രവേശിപ്പിക്കരുത് എന്ന്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തയാണ്. ഇതൊക്കെ സംഭവിക്കുമ്പോഴും പിണറായിയോട് പൊറുക്കാൻ ഹിന്ദു വിശ്വാസികൾക്ക് കഴിയില്ല. ഇപ്പോൾ കാണുന്ന പിണറായി നീലച്ചായമടിച്ച കുറുക്കനാണെന്നും അവസരം കിട്ടുമ്പോൾ ആഞ്ഞു കൂവുമെന്നും ഇവിടുത്തെ ഹിന്ദു വിശ്വാസികൾക്കറിയാം. അതുകൊണ്ട് CPMനെ വിട്ട് അവർ പടിപടിയായി BJPയിലേക്ക് പോകുന്നു. ഒരു വശത്തെ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം BJPക്ക് അനുകൂലമായി നടക്കുമ്പോൾ ക്രൈസ്തവ പ്രൊഫഷണൽ വോട്ടുകൾ കൂടി ശേഖരിക്കാൻ BJP കരുക്കൾ നീക്കി. ഈ ഒരു നീക്കത്തിന്റെ ഭാഗമായാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന താരതമ്യേന രാഷ്ട്രീയ പരിചയം കുറവുള്ള ബിസിനസ്സുകാരനെ നേതാവാക്കി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയത്. ലക്ഷ്യം പരമ്പരാഗതമായ BJP വോട്ട് ബാങ്ക് ആയിരുന്നില്ല, നേരെ മറിച്ച് പ്രൊഫഷണലുകൾ, നിഷ്പക്ഷമതികൾ തുടങ്ങിയവരെ ആകർഷിക്കുകയായിരുന്നു. അതിന് മാറ്റുകൂട്ടാനാണ് 2020 എന്ന പ്രസ്ഥാനത്തെ സാബു ജേക്കബ് എന്ന സമ്പന്നനെ ഒപ്പം ചേർത്തത്. പ്രൊഫഷണലുകളായ രണ്ടുപേർ, സാബു ജേക്കബും രാജീവ് ചന്ദ്രശേഖരും, അവർ നയിക്കുന്ന BJPയോടെ തീർച്ചയായും സാധാരണ മനുഷ്യർക്ക് പ്രീതി കൂടും എന്നവർ മനസ്സിലാക്കി. മോദിയോട് മതിപ്പും ഇഷ്ടവും ബഹുമാനമുള്ള ലക്ഷക്കണക്കിന് മലയാളികൾ സംസ്ഥാന BJP നേതൃത്വത്തിന്റെ പ്രാദേശികമായ ഇടുങ്ങിയ ചിന്താഗതിയെ തുടർന്ന് അകലം പാലിച്ചിരുന്നു. മോദിയെ ഇഷ്ടപ്പെടുന്നവർ കേരളത്തിലും BJPയെ ഇഷ്ടപ്പെടാൻ വേണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖർ സാബു ജേക്കബ് ഫോർമുലയ്ക്ക് BJP നേതൃത്വം രൂപം കൊടുത്തത്. അത് വർക്കൗട്ട് ചെയ്യുന്നു എന്ന് വ്യക്തമാവുകയാണിപ്പോൾ. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പായപ്പോൾ വിഭാഗീയ ചിന്താഗതികളൊക്കെ മാറ്റിവെച്ച് സ്ഥാനാർത്ഥി നിർണയത്തിൽ കൃത്യമായ ക്ലാരിറ്റിയോടെ നീക്കം നടത്തിയിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരും സാബു ജേക്കബും തന്നെയായിരിക്കും സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നത്. BJPയോടൊപ്പം ചേർന്ന് നിൽക്കുകയും CPMന് വോട്ട് ചെയ്യുകയും ചെയ്യുന്ന BDJSനെ ഏതാണ്ട് പൂർണ്ണമായും അവഗണിച്ചു കഴിഞ്ഞു. വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കൊടുത്തും തുഷാർ വെള്ളാപ്പള്ളിക്ക് എന്തെങ്കിലും പദവി കൊടുത്തും BJPയിലേക്ക് BDJSനെ ലയിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സഖ്യകക്ഷി എന്ന നിലയിൽ 2020 മാത്രം മതി, BDJS BJPയിലേക്ക് ലയിക്കട്ടെ എന്ന നിലപാടിലേക്ക് BJP ദേശീയ നേതൃത്വം മാറിക്കഴിഞ്ഞു. ഏറെ വൈകാതെ അത് സംഭവിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി BDJS എന്ന പാർട്ടി തന്നെ ഇല്ലാതായെന്ന് വരാം. അല്ലെങ്കിൽ പിണറായി വിജയൻ ആ പാർട്ടിയെ അങ്ങ് കൊണ്ടുപോകണം. രാജീവ് ചന്ദ്രശേഖരും സാബു ജേക്കബും കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ട് കേരളത്തെ മൂന്നായി തിരിച്ച് 4-5 ജനകീയ മുഖങ്ങളെ രംഗത്തിറക്കിയിരിക്കുകയാണ്. അതും ഇത്തരം ചില നേതാക്കളെ പ്ലേസ് ചെയ്തുകൊണ്ട് വിജയം ഉറപ്പിക്കുന്ന നീക്കം. വടക്ക് K സുരേന്ദ്രനാണ് ആദ്യം നറുക്ക് വീണത്. സുരേന്ദ്രൻ മഞ്ചേശ്വരത്തിൽ തന്നെ മത്സരിക്കണമെന്നും സുരേന്ദ്രന്റെ മത്സരത്തോടുകൂടി വടക്ക് BJPക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കാമെന്നും സുരേന്ദ്രൻ വിജയിക്കാമെന്നും കണക്കാക്കി സുരേന്ദ്രനെ ചുമതല ഏൽപ്പിച്ചു. സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 2 തവണ കൈവിരലുകൾക്കിടയിലൂടെ ചോർന്നുപോയ വിജയം സുരേന്ദ്രൻ ഇക്കുറി നേടുമെന്നാണ് റിപ്പോർട്ടുകൾ. തെക്കൻ കേരളത്തിൽ ആ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് V മുരളീധരനെയും PK കൃഷ്ണദാസിനെയുമാണ്. നമുക്കറിയാം BJPയിലെ 2 പ്രബല വിഭാഗമായി അറിയപ്പെടുന്നത് കൃഷ്ണദാസ് പക്ഷവും മുരളി പക്ഷവുമാണ്. അവരെ രണ്ടുപേരെയും തെക്കൻ കേരളത്തിൽ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. മുരളിക്കാണ് കൂടുതൽ പ്രാമുഖ്യം. V മുരളീധരൻ കഴക്കൂട്ടത്ത് മത്സരിച്ച് കഴക്കൂട്ടം പിടിച്ചെടുക്കുമെന്ന് ഉറപ്പാക്കിയാണ് BJPയുടെ മുമ്പോട്ടുള്ള പോക്ക്. ആ ആവേശത്തിന് കരുത്തുകൂട്ടാൻ കാട്ടാക്കടയിൽ മത്സരിപ്പിക്കുകയാണ് PK കൃഷ്ണദാസിനെ. കാട്ടാക്കടയിൽ അത്ഭുതം സംഭവിക്കും എന്നാണ് കൃഷ്ണദാസിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ഇതിനേക്കാൾ മുമ്പ് തന്നെ രാജീവ് ചന്ദ്രശേഖർ നിയമം ഉറപ്പിച്ച് രംഗത്തുണ്ട്. നിയമം ഉറപ്പായും നേടുമെന്ന്
രാജീവ് ചന്ദ്രശേഖരും BJP നേതൃത്വവും പറയുന്നത് കൃത്യമായ കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ്. എന്ന് വെച്ചാൽ നേമത്ത് രാജീവ് ചന്ദ്രശേഖരും കഴക്കൂട്ടത്ത് V മുരളീധരനും മഞ്ചേശ്വരത്ത് K സുരേന്ദ്രനും വിജയം ഉറപ്പിച്ച നിലയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കാട്ടാക്കടയിൽ PK കൃഷ്ണദാസിനും സാധ്യതയുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു. അതേസമയം തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിന്റെ കാര്യത്തിലും തിരുവനന്തപുരം മണ്ഡലത്തിന്റെ കാര്യത്തിലും ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. വട്ടിയൂർക്കാവ് BJPക്ക് വിജയ സാധ്യതയുള്ള മണ്ഡലമാണെങ്കിലും അവസാന നിമിഷം വരെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തീരുമാനമായിട്ടില്ല. നടൻ കൃഷ്ണകുമാറും R ശ്രീലേഖയുമാണ് ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത്. ശ്രീലേഖ മത്സര രംഗത്തില്ല എന്ന് പറഞ്ഞ് മാറി നിന്നെങ്കിലും ദേശീയ നേതൃത്വം നിർബന്ധിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ മത്സരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ശ്രീലേഖ വേണോ കൃഷ്ണകുമാർ വേണമോ എന്ന കാര്യത്തിൽ മാത്രം തീരുമാനമായിട്ടില്ല. തിരുവനന്തപുരം മണ്ഡലത്തിലും കൃഷ്ണകുമാറിനെയും ചെങ്കൽ രാജശേഖരൻ നായരെയും പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തെക്കൻ കേരളത്തിന്റെ ചുമതല ഈ സ്ഥാനാർത്ഥികളിലൂടെ ശ്രദ്ധേയമായി മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ വടക്കൻ കേരളത്തിൽ 2 പേരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. 2 സീറ്റുകൾ നീക്കിവച്ചിരിക്കുന്നു. ഒന്ന് പാലക്കാട് സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ്. ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിക്കണമെന്ന കാര്യത്തിൽ അവസാന നിമിഷം വരെ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. മുമ്പ് സൂചിപ്പിച്ച നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം, കാട്ടാക്കട തുടങ്ങിയ സീറ്റുകൾ ഒഴികെ കേരളത്തിൽ ഏത് സീറ്റ് വേണമെങ്കിലും തരാമെന്നായിരുന്നു ശോഭാ സുരേന്ദ്രനുള്ള വാഗ്ദാനം. ശോഭയെ കിട്ടണം എന്നാവശ്യപ്പെട്ട് ആലപ്പുഴ ജില്ലയിലെ പല മണ്ഡലങ്ങളിലെയും നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തിന് കത്തുകൊടുത്തു. ഹരിപ്പാടും കായംകുളത്തും അരൂരുമൊക്കെ 1ാം പേരുകാരിയായി എത്തിയത് ശോഭാ സുരേന്ദ്രനായിരുന്നു. ഇതിനിടയിൽ വട്ടിയൂർക്കാവിന്റെ പേരും പരിഗണനയിലായി. എന്നാൽ പാലക്കാട് തന്നെ ശോഭാ സുരേന്ദ്രൻ കേന്ദ്രീകരിക്കാൻ BJP കേന്ദ്ര നേതൃത്വം അറിയിച്ചതിനെ തുടർന്ന് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പാലക്കാട് ശോഭാ സുരേന്ദ്രനെ ഏൽപ്പിക്കുന്നതിന് പ്രധാന കാരണം മധ്യ കേരളത്തിൽ ശക്തമായ ഇടപെടലിന് പറ്റിയ നേതൃത്വം എന്ന നിലയിലാണ്. ശോഭാ സുരേന്ദ്രൻ മാത്രമല്ല PC ജോർജിനോടും മത്സര രംഗത്തിറങ്ങാൻ നിർദ്ദേശിച്ചു കഴിഞ്ഞു. PC ജോർജ് പൂഞ്ഞാറിൽ കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് നിന്ന് 2ാമതെത്തിയ ആളാണ്. എന്നാൽ ഇക്കുറി മകൻ ഷോൺ ജോർജ് പാലായിൽ മത്സരിക്കുന്നതുകൊണ്ട് PC ജോർജ് മത്സരിക്കേണ്ട എന്ന നിഗമനത്തിലായിരുന്നു. ജോർജിനെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആക്കിയേക്കും എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. എന്നാൽ പൂഞ്ഞാറിൽ ഏറ്റവും സാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ PC ജോർജ് തന്നെ മത്സരിക്കണമെന്ന് ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതെരഞ്ഞെടുപ്പിൽ ആദ്യമായി അച്ഛനും മകനും BJPയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നു എന്ന വിശേഷം കൂടി ഉണ്ടാവും. മാറി നിന്നിരുന്ന PC ജോർജ് പൂഞ്ഞാറിൽ മത്സരിക്കാൻ രംഗത്തിറങ്ങുമെന്ന് ഉറപ്പായിട്ടുണ്ട്. കഴിഞ്ഞ തവണ 2ാമതെത്തിയ ജോർജിന് ഇക്കുറി BJPയുടെ വോട്ട് കൂടി കിട്ടുന്നതുകൊണ്ട് വിജയിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയുണ്ട്. ജോർജിന് അനുകൂലമായ സാഹചര്യം പാലായിൽ ഷോൺ ജോർജിനും അനുകൂലമായേക്കും എന്നാണ് റിപ്പോർട്ട്. ഇത്തരത്തിൽ ശക്തമായ നീക്കവുമായി BJP മുമ്പോട്ട് പോകുമ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ആളുകൾ രംഗത്തിറങ്ങി തുടങ്ങി. തിരുവല്ലയിൽ അനൂപ് ആന്റണി ജോസഫും ചെങ്ങന്നൂരിൽ സന്ദീപ് വാചസ്പതിയും സ്ഥാനാർത്ഥികളാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇത്തരത്തിൽ പല മണ്ഡലങ്ങളിലും ശക്തമായ പ്രചരണവുമായി BJP രംഗത്തെത്തി. ഇതിനൊപ്പമാണ് 2020യുടെ രംഗപ്രവേശം. കൊട്ടാരക്കരക്കാരനായ അഖിൽ മാരാർ BJPയിൽ ചേർന്ന് കൊട്ടാരക്കരയിൽ മത്സരിക്കും എന്നായിരുന്നു കണക്കാക്കപ്പെട്ടതെങ്കിലും രശ്മി എന്ന UDFന്റെ കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി ഏതാണ്ട് 10,000 വോട്ടിന്റെ വ്യത്യാസത്തിൽ ബാലഗോപാലിനോട് തോറ്റ രശ്മി BJPയിലേക്ക് എത്തിയതോടെ രശ്മിക്കായിരിക്കും കൊട്ടാരക്കരയിലെ സ്ഥാനാർത്ഥിത്വം എന്ന റിപ്പോർട്ടുണ്ട്. രശ്മിയെ വലിയ ആഘോഷത്തോടു കൂടിയാണ് BJPയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നത്. BJPക്ക് 30,000-ഓളം വോട്ടുകളുള്ള കൊട്ടാരക്കരയിൽ 2020യുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നതിനെതിരെ ചില വികാരം രൂപപ്പെട്ട പശ്ചാത്തലത്തിൽ രശ്മിയെ തന്നെ കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥിയാക്കി അഖിൽ മാരാരെ തൃക്കാക്കരയിലേക്ക് മാറ്റിയേക്കുമെന്നാണ് റിപ്പോർട്ട്. തൃക്കാക്കരയിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA ഉമാ തോമസിനെതിരെ പാർട്ടിക്കാർക്കിടയിൽ വികാരമുള്ളതുകൊണ്ട് ഉമാ തോമസിനെ മാറ്റി ദീപ്തി മേരി വർഗീസിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നാവശ്യപ്പെടുന്ന കോൺഗ്രസുകാരുടെ എണ്ണം കൂടുന്നതുകൊണ്ട് ആ മണ്ഡലത്തിൽ ഒരു UDF വിരുദ്ധ വികാര സാധ്യതയുണ്ടെന്നും അത് മുതലെടുക്കാൻ കഴിയുമെന്നുമാണ് അഖിൽ മാരാരെ തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയാക്കാൻ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരത്തിൽ പല നീക്കങ്ങളും BJP 2020 സഖ്യം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും മെച്ചപ്പെട്ട റിസൾട്ട് തന്നെ ഉണ്ടാക്കും. കുറഞ്ഞത് 5 സീറ്റുകൾ നേടും എന്നാണ് BJP 2020 നേതൃത്വം അറിയിക്കുന്നത്.